വേഗം വരി. അല്ലേ ഈ മഴ ഇല്ലാത്ത വലിയ കുരുത്തല്ലേ. നമുക്ക് എത്ര പേരെ കയറി ഇറങ്ങണ്ട്? ഇനിയിപ്പോ ഒരു 10-30 പേരെ കയറണ്ട. ഇടത്ത് റഷീന്റെ അല്ലേ? ആ റഷീദിന്റെ വീട് കണക്കൊന്ന് കൂട്ടിക്ക. ഏത് നമ്മളെ കണക്ക്. അല്ല ഇനിയിപ്പോ എന്തായാലും മഹരിബിക്കേഷൻ പള്ളിക്കുന്ന അവിടുത്തെ കൂട്ടിയാ പോരെ. ആരെങ്കിലും കണ്ടാലോ? എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നമുക്കേ നമ്മൾ ഈ 10 വാങ്ങിയവിടുന്നൊക്കെ നമ്മളൊക്കെ ഒരു 1000 വെച്ച് മൈനസ് ചെയ്ത് പോകാം. അത് നമ്മളെ കണക്ക് വരണം. അത് ഞാൻ ഇതിലെഴുതുന്നില്ല, കണക്ക് ബുക്ക് എഴുതുന്നില്ല. പിന്നെ അങ്ങനെ പോട്ടെ. ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഇന്നെ പറ്റിക്കാൻ നിൽക്കരുത്. വേണ്ട എത്തിക്കാളെ. പെണ്ണുങ്ങൾ ഉണ്ടാവും അവിടെ. ആളെ കാണാനില്ല. വാർത്ത വാതിലൊക്കെ തുറന്നിട്ട് അവിടെ ഉണ്ടായിരുന്നല്ലേ? ആരാ മക്കളെ നിങ്ങള്? അല്ല നിങ്ങളെ മരോളം ഞങ്ങൾ പള്ളിക്കന്നേ ഇത് നമ്മുടെ പെരുന്നാളാണല്ലോ. അപ്പൊ അതിന്റെ ഒരു കാര്യത്തിനോട് നിങ്ങൾ മരോളെ വിളിക്കാം. അവളെ ഇടപെടണ്ട. വിളിക്കാം. ഇവിടെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ നമുക്ക് 10 കിട്ടും. ഒരു പോത്തിന് 6 ആൾ വെച്ച് ചേർന്ന്. അല്ല അതിപ്പോ ഇവിടെ പറയണ്ടത് അതിനാ പറഞ്ഞാൽ ഒരു 15 വെച്ചിടാൻ വേണ്ടി പറയാം. 1.5 പറയാല്ലോ. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ മരുവള് എന്ന് പറയുന്നത് റഷീദിന്റെ ഭാര്യയാണ്. അറിയാലോ. അതിന്റെ വായലാവ് ഇത്തിരി കൂടുതലാണ്. കാണാനൊക്കെ ചെയ്യലൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞു കിട്ടുന്നുണ്ട്. ഞാന് ഉണ്ടായിരിക്കും കൂടെ അറിയാം. എന്താണ് റഷീദിന്റെ ഇവരൊക്കെ ഇല്ലേ? മാഷാഅല്ലാ വിളിച്ചിരുന്നു. ഓ അകത്തുണ്ട്. ഇരിക്കും. അല്ല ഞങ്ങളിപ്പോഴേ പള്ളിക്കലത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ. പൊതുവത്തിന്റെ സംസാരിക്കാൻ വന്നാണ്. അപ്പൊ നമ്മളിപ്പോ ചില പ്രവാസികളെ വീട്ടിൽ നിന്ന് ഒരു കാര്യമായിട്ട് പിരിപിടിക്കാനുള്ള ഒരു സംഗതിയാണ് മഹല്ല് കമ്മിറ്റി തീരുമാനം. കഴിഞ്ഞ പ്രാവശ്യം റഷീദ് മോശമാക്കിയിട്ടില്ല. അപ്പൊ പ്രധാന ലിസ്റ്റിൽപ്പെട്ട 20 ലിസ്റ്റിൽപ്പെട്ട ഒരു വീടാണ് നമ്മളെ വീട്. അതെ. അപ്പൊ എന്താ സംഭവിച്ചാൽ ഇക്കൊല്ലം കഴിഞ്ഞത്തെ പോലെയല്ല. കഴിഞ്ഞെല്ലാം 10 ആൾ 12 ആൾ കൂട്ടിയായിരുന്നു ഒരു നിർത്തിയത്. ഇപ്പൊ ഒന്ന് ചുരുക്കി 6 ആളെ കൂട്ടി ഒരു പോത്തിനെടുക്കാൻ ഒരു 1.5 ലക്ഷം റുപ്യയുടെ ഒരു പോത്ത് വീതം. അങ്ങനെ ഒരു കുറച്ചെണ്ണം. ഇപ്പം 12 പോത്തല്ലേ? 12 പോരാ. അതുകൊണ്ട് 10-15 പോത്തായി. കഴിഞ്ഞ പ്രാവശ്യം അത്ര 20 പോത്തില്ലല്ലേ? അല്ല അത് വരും. അല്ല നമുക്ക് ഇനി ഇത് കിട്ടാണ്ട്, അതായത് നാട്ടുകൂട്ടം കമ്മിറ്റിയുടെ വേറെ വരാണ്ട്. പിന്നെ ഇപ്പൊ ഞങ്ങള് പറഞ്ഞത് സ്പെഷ്യലായിട്ട് നമ്മള് ലിസ്റ്റ് ഇട്ടിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ നിങ്ങളെ പോലത്തെ റഷീദ് ആൾക്കാരുടെ ഇതാണ്. പിന്നെ വയസ്സായ ആൾക്കാരൊക്കെ ഉള്ള വീടല്ലേ, അതിന്റേതായിട്ടുള്ള ഒരു വേണ്ടുക ഉണ്ടാവുമല്ലോ. പിന്നെ ഇപ്പൊ പുടുക്കപ്പറമ്പില് കുഞ്ഞാവാച്ചരമ്മ ഒരു വളം നിൽക്കണം. പോത്ത് കേട്ടപ്പോ തന്നെ വളം. അതെങ്ങനെ വെച്ചാലും വിറ്റാലും ഉണ്ടാവും. 1-2 ലക്ഷം റുപ്യ തന്നെ കിട്ടും. അതിന്റെ ഗുണം അതിനുണ്ടല്ലോ. പിന്നെ അതിന് പോയി കിട്ടിയില്ലേ? ഇവിടെ ഉണ്ടല്ലോ മമ്മ പറഞ്ഞു നോക്കി. അതെ, മട കൈമ കിടക്കണ മുക്ക അത് നോക്കണ്ട. അതല്ല ഞങ്ങള് വളം ഇട്ടാൻ വേണ്ടി പറഞ്ഞല്ല, അങ്ങനെ പറഞ്ഞല്ല കാര്യം. പിന്നെ റഷീദ് വിളിക്കുമ്പോ എന്തായാലും പറയും. അപ്പൊ നമുക്ക് എന്താ നമ്മള് കഴിഞ്ഞ പോലെ ഇനിയിപ്പോ ഓല് വിളിക്കണ നിങ്ങള് നോക്കണ്ട. നിങ്ങളൊരു 1100 ഉറുപ്പ്യ എഴുതിക്കോളൂ. എത്ര? 1001. അതല്ല തങ്ങളെ 1100 ഉറുപ്പ്യ. ഒരു 15 ഉറുപ്പ്യെങ്കിലും എഴുതാൻ പറയണോ പിന്നെ റഷീദിനോട്? 15 ഉറുപ്പ്യ? 15,000. നമ്മൊരു കാര്യം ചെയ്യാം. പാത്രത്തിന് 15 ഉറുപ്പ്യ നിർത്താം. 15,000 കുട്ടിയെ? 15,000 എന്താ കുട്ടി? അതിന് എന്റെ മാമക്ക് പാലസിലല്ലോ പണി. കഴിഞ്ഞ പ്രാവശ്യന്റെ ഒക്കെ അങ്ങനെ ഒരു വിവരക്കേട് കാട്ടി അതിലൊക്കെ നിങ്ങൾ ലാഭം ഉണ്ടാക്കുകയും ചെയ്തല്ലോ. അത് വിട്ടേക്ക്, നിങ്ങൾ കേസ് വിട്ടേക്ക്. നിങ്ങൾ ഇപ്പൊ തൽക്കാലം 1100 ഉറുപ്പ്യ. കൊള്ളിച്ച വർത്താനം പറയണ. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച 20 പോത്തിനെ നിങ്ങൾ എന്താ കൊണ്ടേ കാട്ടിയത്? അത് വിറ്റ് നിങ്ങൾ ആ പോത്തിനെ വിറ്റിട്ടേ ഇവിടുത്തെ നാട്ടിലെ നല്ലവരായിട്ടുള്ള അറുപേര് എന്താ കാട്ടിയത്? ആ പോത്തിനെ നിങ്ങൾ വിറ്റോടുന്ന് എടുത്തോടുന്ന്. എന്നിട്ട് മാല ഇട്ടല്ലേ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. റഹ്മാനായ തമ്പുരാനെ എന്താണ് ഈ പറയണത്? നിങ്ങള് അറിഞ്ഞിട്ടില്ല അതൊന്നും? നിങ്ങളൊക്കെ തല ആൾക്കാര് വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നാട്ടിലുണ്ടാക്കണ ഓരോ കഥകളാണ്. ഒരു കഥകളും ഇല്ല. ആ 20 പോത്തിനെ മാലിട്ട് സ്വീകരിക്കുമ്പോ ഞാനും ഉണ്ടായിരുന്നത് കാണാൻ വേണ്ടിട്ട്. ചോദിക്കണല്ലോ, ഇതാരെ പറഞ്ഞു നിങ്ങളോട്? ആര് പറഞ്ഞിട്ടാക്കണ? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സംഭവം തന്നെയല്ലേ? നിങ്ങൾ ഇന്റെ കെട്ടേണ്ട കയ്യിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം എത്ര മേടിച്ച്? 10,000 15,000 എന്റെ കണ്ടത്. അത് ഇവരല്ലേ എമൗണ്ട് തന്നത്. ഇനി തരില്ല. ഓല് പറഞ്ഞിക്കണ ഇന്നോട് ഇഞ്ഞു കൊടുക്കണ്ടെന്നുള്ളത്. ഇപ്പൊ അതിന് അന്തം വെച്ച്
ഇതിപ്പോ നല്ലൊരു കാര്യം അന്തക്കട കൊണ്ടാന്ന് ചോദിച്ചപ്പോ നല്ല കാര്യങ്ങൾ നിങ്ങൾ നടത്തിക്കോളി. നല്ല കാര്യം മഹല്ല് കമ്മിറ്റി എന്ന് പറഞ്ഞ ആ മഹല്ലില് ഒരുപാട് നല്ല കാര്യങ്ങൾ, അതായത് കുട്ടികളുടെ കല്യാണം, ഇതുപോലെ ഇറച്ചിവാരി കൊടുക്കല്, ഒരു മരണം ഉണ്ടാകുമ്പോ അവിടെ പോയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യല്, പള്ളിയിലത്തെ കാര്യങ്ങള്, മദ്രസയിലെ ഉസ്താദുമാരുടെ കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യണ തന്നെയാണ് മഹല്ല് കമ്മിറ്റി. നല്ല നല്ല മഹല്ല് കമ്മിറ്റികൾ പല പല പള്ളിക്കലുണ്ട്. ഈ പള്ളിക്ക് മാത്രമേ ഞങ്ങളുടെ മഹല്ല് മോശം ഞാൻ പറഞ്ഞില്ല. മഹല്ലിൽ നിങ്ങളെ പോലത്തെ കുറച്ച് വിത്തുകളുണ്ട്. അല്ല കുട്ടി, അത് പറയണ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ, അത് തെറ്റിദ്ധാരണയാണ്. ഞാൻ എല്ലാ മഹല്ല് കമ്മിറ്റിക്കാരെയും പറ്റി എല്ലാ മഹല്ല് കമ്മിറ്റിക്കാരെയും പറ്റി പറഞ്ഞില്ല. ഞങ്ങളുടെ ഈ മഹല്ലില് നിങ്ങളെ പോലെ ഒരു 4-4 കുരിപ്പുകൾ ഉണ്ട് എന്ന് മാത്രം ഞാൻ പറഞ്ഞില്ല. അങ്ങനെ നാമക വർത്താനൊന്നും പറയാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഒരാളുടെ ഹക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടെ അതിന്റെ മുകളിൽ കൂടെ നിങ്ങൾ കുറെ തീട്ടൊഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. നാരിയത് തന്നെയാണ്. നിങ്ങൾ കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന കളവ് കഴിഞ്ഞ പ്രാവശ്യം പിടിക്കപ്പെട്ടതാണ്. ഞാന് റഷീന്റെ ഉമ്മയല്ലേ, റഷീന്റെ കുടിയല്ലേ വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കേറിയുള്ളത്. നിങ്ങളൊരു വയസ്സായ ആളല്ലോ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കുടിക്കുന്നത്. ഉമ്മ അത് കയറി പോയിക്കാ. ഉമ്മക്ക് എന്തറിഞ്ഞിട്ടാ? പള്ളിക്കലെ കാര്യം കള്ളന്മാരാണ് ഉമ്മ. ഇമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ഇതൊക്കെ ആനക്കള്ളന്മാരാ. ഒരുപാട് പള്ളിക്കല് നല്ല നല്ല മനുഷ്യന്മാര് കമ്മിറ്റിയിലും അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ആനക്കള്ളന്മാരാ. ഉദ്ദേശിച്ചിട്ടില്ല. ഒന്നും ഉണ്ടാകാത്തൊരു ആ എന്താ ഞാൻ മോശം തന്നെയാണ്. കള്ളത്തരം പിടിച്ച് ചോദിച്ചാൽ മോശക്കാരിയായ ഞങ്ങൾ ഇങ്ങക്ക് തരാൻ ഉദ്ദേശിക്കണില്ല. സദക്ക ചെയ്താ പോരെ. ഞങ്ങൾ ഇവിടെ 4-5 വീട്ടുകാർ കൂടിയിട്ടേ ഒരു പിന്നെ പോത്തുംകുട്ടിനെ അർത്ഥം കൊടുക്കുന്നുണ്ട്. പോരിച്ച കുറഞ്ഞോട്ടെ, ഉള്ള പോരിച്ച മതി. നിങ്ങൾ കക്കടയിൽ നേരിട്ടൊന്നുമില്ല. വേണ്ട, നിങ്ങൾ വർത്താനം പറയണ്ട. അല്ല ഒരു കാര്യം ചോദിക്കട്ടെ, അല്ല മുട്ടിയാക്കേ, നിങ്ങൾ ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടില്ലേ? നിങ്ങൾ ആ മഹലിലെടുത്തത് എത്ര റുപ്യക്കാ? 2 ലക്ഷം റുപ്യക്ക്. ഇനി ആ മഹലിലെ പള്ളിക്കലിൽ നിന്ന് വരുന്ന എന്താണ് എണ്ണയുടെ പൈസ, തിരിയുടെ പൈസ, അതുപോലെ തന്നെ എന്താണ് യാറത്തിലിടുന്ന പൈസ, പെട്ടിയിലിടുന്ന പൈസ, യാറമ്മൂടുന്ന പൈസ, ഇതെല്ലാം ആ കിട്ടുന്ന കണക്കുണ്ട്. നിങ്ങൾ അവിടെ ചെലവാക്കേണ്ട എത്ര ഇരട്ടി 100 ഇരട്ടി പൈസ കിട്ടുന്നില്ലേ? ആ പൈസ ഒക്കെ നിങ്ങളുടെ കുടുംബത്തിക്കല്ലേ കൊണ്ടുപോണത് അല്ലേ? അല്ലാതെ ഈ മഹലിന്റെ ആൾക്കാർക്ക് വേണ്ടിയല്ലേ ചെയ്യണത്? പിന്നെ നിങ്ങളെ പുതിയ ഒരു പരിപാടിയാണ് എന്ത്? വണ്ടി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് യാറമ്മൂട വണ്ടിയുടെ, അതിന് പച്ചപ്പട്ടിന്, നീലപ്പട്ടിന്, ചോന്ന പട്ടിന് വേറെ പൈസ, കാറിന് വേറെ പൈസ, ബസ്സിന് വേറെ പൈസ, വണ്ടിക്ക് വേറെ പൈസ. നിങ്ങൾ ഈ പാവപ്പെട്ടേ ഇമ്മാരൊക്കെയുള്ള വീട്ടില് പ്രവാസികളെ തെരഞ്ഞു കണ്ടുപിടിച്ചിരിക്കുക. അറ്റങ്ങളോട് വന്നിട്ട് പറയാ ഞങ്ങൾ കുറച്ച് സെലക്റ്റീവ് ആയുള്ള വീടുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതിൽ നിങ്ങളെ വീടാണെന്ന് പറയുമ്പോ പ്രവാസികളെ ഭാര്യമാരെന്താ പൊട്ടിയാളാ? ഞങ്ങളെ മാപ്പിളാരെ കണ്ണി കണ്ട സ്ഥലത്ത് പോയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിലേ അത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നമ്മുടെ മഹലിലെ പാവപ്പെട്ടവർക്കാ, അല്ലാതെ നിങ്ങളെ പോലെ കള്ളന്മാർക്കല്ല. നിങ്ങൾ അവിടെ ഇരിക്കേ. എവിടേക്ക് നിങ്ങൾ നീച്ചു പോണത്? നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ സമ്പാദിക്കണ്ടല്ലോ. ആ മദ്രസയിലത്തെ ഉസ്താദുമാരെ പൈസ എത്ര ഒരു മാസം? 4,000-5,000. ഒരു കുടുംബം വരണോ? ഒരു കുടുംബം പുലർന്നു പോണോ? നിങ്ങളൊക്കെ 4 ലക്ഷം 5 ലക്ഷം വെച്ചിട്ട് ഓരോ മാസം പിന്നെ ഈ പള്ളിക്കെടുന്ന പൈസ കോടിക്കണക്കിനൊന്നും കിട്ടണില്ല. ഓറ്റങ്ങളിൽ നിങ്ങൾ അടങ്ങറാക്കിയോ? മുക്കി ഇല്ല. നിങ്ങളോട് ഇതേപോലെ ചോദിക്കാൻ ആൾക്കാരില്ലാത്തോണ്ട് പല മഹല്ല് കമ്മിറ്റിയിൽ ഇങ്ങനെ കള്ളന്മാര് കിടന്ന് വിലസുന്നത്. പക്ഷെ ഈ കുടുംബത്തിൽ 10 പൈസ കള്ളന്മാർക്ക് കിട്ടില്ല. മനസ്സില്ല. ഞങ്ങളെ ഒരു പോത്തുംകുട്ടി അറുത്തിട്ടേ ഈ 4 പാവങ്ങൾക്ക് കൊടുക്കാനാ വിചാരിക്കണത്. അല്ലാണ്ട് പിന്നെ ഞങ്ങൾ കാര്യം ചോദിക്കട്ടെ, ഒരു പള്ളി കമ്മിറ്റി എന്ന് പറയുമ്പോ ഈ നാട്ടിലെ മതവിശ്വാസികൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തരണം? പാവപ്പെട്ട എന്തൊക്കെ എന്താണ് നിങ്ങൾ ആരാന്റെ മതില് ഹക്ക് തന്ന തൂട്ടകളെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു കാര്യം എനിക്കൊരു കാര്യം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എന്റെ പാവപ്പെട്ട കെട്ടിയോമാര്, ഞങ്ങൾ പ്രവാസികൾക്ക് നിങ്ങൾക്ക് ഒരു ഇതുണ്ട്. ഓല അവിടുന്ന് ഇങ്ങനെ വാരത് ഇവിടെ ഈ ബുദ്ധിമുട്ടില്ലാത്ത പെണ്ണുങ്ങൾ എടുത്തിട്ടാണോ അങ്ങനെ ബെതറും. പക്ഷെ എല്ലാ പെണ്ണുങ്ങളും അതേപോലെ ഇല്ലട്ടാ. അത് നിങ്ങൾ ആദ്യം രണ്ടാളും മനസ്സിലാക്കി സമയത്തൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അതെ, ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ മര്യാദക്ക് ഇറങ്ങി പോയിക്കോളെന്ന് പറയാത്തത്. അതിന്റെ മാന്യതയാണ്. ഇനി നേരാല് പള്ളിയുടെ പേരും പോയിട്ട് ഇമ്മാതിരി കളത്തരത്തിന് ഈ കുടുംബത്തിൽ കയറിയാ എന്റെ സ്വഭാവം മാറും. എന്നെ കെട്ടിയോ പറയാൻ പറഞ്ഞ വാക്കാ. എന്റെ കളി ചിലപ്പോ ചേട്ടാൻ പലതും
പോവാൻ നോക്ക്. റഷീദ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടുള്ള കാര്യം പറഞ്ഞുതരാം. റഷീദ് നിങ്ങൾ ഞാൻ റഷീദിനെ വിളിക്കുന്നുണ്ട്. ആ വിളിച്ചോ ആ, ശരി. മഹലിലെ പ്രധാനപ്പെട്ട ആളുകളും ബിയാരി മഹലിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ കണ്ട് നിങ്ങൾ പറയാതെ കണ്ടോ. മഹലിത്തെ പ്രധാനപ്പെട്ട ആൾക്കാരെ പല മഹലിലും പല വ്യക്തികളും ഉണ്ടായിട്ടുണ്ട്. കള്ളന്മാരെ അത് ഇവിടെ മാത്രമേ ഉള്ളൂ. അന്റെ വായലാവ് സെപ്റ്റിക് ടാങ്ക് ഇതിലും ഞാൻ എന്റെ കുടുംബത്തിക്കല്ലേ വരുന്നത്. ഞാൻ എന്റെ കുടുംബത്തിക്കല്ലേ കക്കൂസിന്റെ കുച്ചുമാതിരി വായലാവ് മുതല് കിട്ടാൻ വലിയ ഡയലോഗ് അടിച്ച് വരല്ല. കള്ള കളവന്മാരെ നിങ്ങളെ പോലെ ആൾക്കാരാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. കയറി പോകത്ത് ഒക്കെ കൊടുക്കും.